ഗുഡ് ഈവനിങ്. ഇന്ന് ഈസി എക്സാം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും പരീക്ഷ അടുത്തു വരുന്ന സമയമാണ്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ സമയങ്ങളിലൊക്കെ പരീക്ഷയുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. പഠനത്തെ പുറകോട്ട് വലിക്കുന്ന ഒത്തിരി കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആരോട് സംസാരിച്ചാലും, ഇപ്പോൾ അധ്യാപകർ എന്ന നിലയിൽ അധ്യാപകർ സംസാരിച്ചാലും കുട്ടികൾ സംസാരിച്ചാലും ഒക്കെ പഠനത്തിനെ പുറകോട്ട് വലിച്ചു പിടിക്കുന്ന സബ്ജക്റ്റീവായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒത്തിരി കാരണങ്ങളുണ്ട്. എല്ലാവർക്കും ഈ കാരണങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നു എന്നർത്ഥമില്ല, എങ്കിലും ചിലർക്കൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെ കാരണങ്ങൾ, ഒരുപക്ഷെ ഈ കാരണങ്ങൾ നമ്മൾ ഈ ഗ്രൂപ്പിലൊന്ന് ചർച്ച ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ആ സാഹചര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് ചെറിയൊരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ, പേരൻസിൻ്റെ കേസിലാണെങ്കിലും കുട്ടികളുടെ കേസിലാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ കേസിലാണെങ്കിലും അങ്ങനെ ചേഞ്ച് കൂടെ നമ്മൾ അഡീഷണലായിട്ട് ഒരു ചേഞ്ച് വരുത്താൻ തയ്യാറാണെങ്കിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ആ ഒരു രീതിയിൽ നമുക്കുണ്ടാക്കാൻ പറ്റും. പ്രധാനമായി പഠന പ്രശ്നങ്ങൾ, അതിൻ്റെ പരിഹാര മാർഗങ്ങൾ, അതുപോലെ തന്നെ നല്ലവണ്ണം പരീക്ഷ എങ്ങനെ എഴുതാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില ചർച്ചകൾ, ഇങ്ങനെ പല രീതികളാണ് ഇന്ന് നമ്മൾ തുടർച്ചയായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. മിക്കവാറും എല്ലാ ശനിയാഴ്ചകളിലും ഈസി എക്സാം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ പ്രിയപ്പെട്ട നമ്മുടെ കുട്ടികളുടെ പ്രത്യേകത ഒരു ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. തീർച്ചയായിട്ടും ഇന്ന് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്. നമുക്ക് പോലും അറിയത്തില്ല അല്ലേ, ഓരോ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ PSC ടെസ്റ്റ് എഴുതുന്ന കാര്യം പറയുമ്പോൾ പോലും എത്രയോ ആളുകളാണ് അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും സ്വല്പം ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ ആ കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റൂ, മുൻപന്തിയിൽ നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ നമുക്കതുപോലെ ഭക്ഷണ കാര്യങ്ങൾ, കുട്ടികളുടെ സംബന്ധിച്ചോളം പരീക്ഷ സമയത്തുള്ള ഭക്ഷണ കാര്യങ്ങളുണ്ട്, ഉറക്കത്തിൻ്റെ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ എക്സസൈസ്, മൂവ്മെൻറ്റ് ഈസ് മെഡിസിൻ എന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അതേപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം ഓർമ്മ നിൽക്കുന്നില്ല എന്നുള്ള പല പ്രശ്നങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഈ ചർച്ചയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അതോടൊപ്പം പരീക്ഷ വരുമ്പം പരീക്ഷ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ പ്രോസസ്സ് നല്ല ഒരുക്കത്തോടെ ചെയ്താൽ തീർച്ചയായിട്ടും അത് ഗുണകരമായ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ആ ഒരുക്കം വരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം, നല്ലൊരു ഗോൾ. അത് കുട്ടിക്ക് മാത്രമല്ല, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഗോൾ ഉണ്ടെങ്കിലിനേക്കാളും കൂടുതലായിട്ട് കുട്ടിക്ക് കൃത്യമായ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. അങ്ങനെ കുട്ടിക്ക് അങ്ങനെ ഒരു ഗോൾ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ചില സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ, ഒരുപക്ഷെ അത് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും അതെന്താണെന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ടെസ്റ്റുകളിലൂടെ കടന്നുപോയി കരിയർ കൃത്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ വൺസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കരിയറിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം എനിക്ക് ഡോക്ടർ ആകണം, IAS കാരനാകണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹം മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എയിം കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ടായാൽ തീർച്ചയായും ആ റിസൾട്ട് നമ്മളിലേക്ക് കടന്നു വരും. നമുക്കറിയാം ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയുന്ന പോലെ നമ്മൾ മനസ്സിൽ അങ്ങ് സങ്കല്പിക്കാൻ തുടങ്ങിയാൽ, സ്വപ്നം കാണാൻ തുടങ്ങിയാൽ ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളെല്ലാം നമ്മുടെ അടുത്തേക്ക് കടന്ന് വരുന്ന, അതിന് പ്രകൃതി നമ്മുടെ അടുത്ത് എത്തിക്കുമെന്ന് പറയുന്ന ആ സിദ്ധാന്തം. അപ്പോൾ ആ സിദ്ധാന്തത്തിൻ്റെ ബേസിസിൽ നമ്മൾ കൃത്യമായ ഒരു ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഈ പറയുന്ന കരിയർ ഗൈഡൻസ് ഒക്കെ കൃത്യമായിട്ട് വേണം. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഇന്ന് ഈസി എക്സാം അല്ലെങ്കിൽ എക്സാമിനേഷൻ എന്നുള്ള കാര്യത്തെ ഭയപ്പെടേണ്ട. പൊതുവെ ഒരു കഷ്ടമുണ്ട്. എന്താണ്, എക്സാം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടി തരുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലേ. കുട്ടിക്കാലം മുതലേ അതാ കേട്ടോ, ഉയ്യോ എക്സാം വരുന്നു, 10ാം ക്ലാസ് ആയല്ലേ, ഉയ്യോ ഇനി എന്ത് ചെയ്യും, ശ്രദ്ധിക്കണം കേട്ടോ, സൂക്ഷിക്കണം, 10ാം ക്ലാസ് ആയി, ഇങ്ങനെ പറയുന്ന ചില വാക്കുകൾ. ഇന്ന് 10 കഴിഞ്ഞ 11, 12 എന്നൊക്കെ ആവും. 12ാം ക്ലാസ്സിൽ ഒരു പ്രശ്നമാണെന്ന് നമുക്ക് പറയാം, പക്ഷെ അതിന് 11ാം ക്ലാസ് തന്നെ പ്രശ്നമാണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ പാറ്റേണുകളെല്ലാം നമ്മളൊന്ന് ചേഞ്ച് ചെയ്യണം. ആ ഒരു മൈൻഡ് സെറ്റാണത്. ആ മൈൻഡ് സെറ്റിനെ മാറ്റി പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്നും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണെന്നും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി അതിനെ കാണാൻ നമ്മൾ പഠിപ്പിക്കുക. അതോടൊപ്പം ഒരു നല്ല ഒരുക്കവും നല്ലൊരു ലക്ഷ്യവും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും എക്സാമിനേഷൻ്റെ പാത, അല്ലെങ്കിൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് വളരെ ഗുണകരമായ ഒരു കാര്യമായി, ഹാപ്പി ആയിട്ട് എക്സാം എഴുതി
പുറത്തു വരാനുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും നമുക്കുണ്ട്. ഈ കാര്യത്തിൽ പേരൻസിൻ്റെ പ്രഷർ വളരെ വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും ഒരു പരിധിവരെ അധ്യാപകരുടെയും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കൊന്ന് റിലാക്സ്ഡായി വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് സന്തോഷത്തോടെ മൈൻഡ്ഫുള്ളായി പരീക്ഷയൊക്കെ എഴുതി പുറത്തു വരാനുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ഷാബു ഗംഗാധരൻ സാറാണ്. വളരെ കാലമായി കുട്ടികളുടെ പഠന രംഗങ്ങളിൽ വളരെ പ്രസക്തമായ ക്ലാസ്സുകൾ ചെയ്യുന്ന പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഷാബു സാർ. തൃശ്ശൂർ സ്വദേശിയാണ്. ഇപ്പോഴത്തെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ അഡിക്ഷൻസ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ സാറിൻ്റെ ക്ലാസ്സുകൾ വളരെ മനോഹരമാണ്. നല്ലവണ്ണം പാട്ടുകളെ അനലൈസ് ചെയ്യുന്ന വ്യക്തിയാണ്. നല്ലവണ്ണം കവിത ചൊല്ലും. അപ്പോൾ അങ്ങനെ ഒരു കുട്ടികളുടെ മനസ്സിലേക്ക് ചേർന്ന് വരാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പൊടിക്കൈകളും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഷാബു സാർ. സോ നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം പ്രിയപ്പെട്ട ഷാബു സാറിനെയും. ഷാബു സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. താങ്ക് യു. ഞാൻ ഓഡിബിൾ ആണോ സാർ? ഓഡിബിൾ ആണോ? ആദ്യമായിട്ട് ഈ ഫ്ലോറിലെത്തിയ എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. സ്റ്റുഡൻസ്, പാരൻസ് ഇവരൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഫ്ലോറിൽ ഉണ്ടല്ലോ. സ്റ്റുഡൻസ് ആയിട്ട് എത്ര പേരുണ്ട്? നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ഇട്ടോളൂ. ഞങ്ങൾ അതനുസരിച്ച് ശ്രദ്ധിച്ച് ഷാബു സാർ അതിന് മറുപടി തന്നോളൂ. എങ്കിലും ക്ലാസ് ആദ്യം ശ്രദ്ധിക്കുക. ഓക്കെ. 22 പേരുണ്ട്. ഇതിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്നൊന്ന് പറയാമോ? എത്ര പേരുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? പാരൻസ്, സ്റ്റുഡൻസ്, പാരൻസ് ഒത്തിരി പേരുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. എനിവേ, ഓക്കെ. പാരന്റ് ശ്രീനാഥ് സാർ, പാരന്റ്. ഓക്കെ. സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അല്ലേ സാർ? സാബു സാർ? സ്റ്റുഡൻസ് വരും എന്നാണ് പറഞ്ഞിരുന്നത്. നോക്കാം. 22 വയസ്സുള്ള സ്റ്റുഡന്റ് ആണ് ഞാൻ. അതെ, നമ്മളെല്ലാവരും സ്റ്റുഡന്റ് ആണ്. നമ്മളെ മരണം വരെ നമ്മൾ പഠനം എന്നുള്ള പ്രക്രിയ നമ്മൾ അനസ്യൂതം തുടരണം. എല്ലാവരും സ്റ്റുഡന്റ് തന്നെയാണ്, യാതൊരു സംശയവും ഇല്ല. നമ്മൾ എവിടെ വെച്ചും നമ്മുടെ ജീവിതത്തിന്റെ ആ കാലഘട്ടത്തിന്റെ ഒരു ഭാഗത്തും വെച്ച് നമ്മൾ പഠനം എന്നുള്ളത് നിർത്തരുത്. അപ്പൊ എല്ലാവരും നമ്മൾ സ്റ്റുഡന്റ് തന്നെയാണ്. എനിവേ, ഈ ഒരു ഫ്ലോറിലേക്ക് ആദ്യം ഒരു എക്സാം എന്നുള്ളൊരു എക്സാം ടിപ്സ് അല്ലെങ്കിൽ എക്സാം ഫിയർ ഒക്കെ അകറ്റുവാനായിട്ട് ഈ ഫ്ലോറിലേക്ക് എത്തിയ എല്ലാ സ്റ്റുഡൻസിനെയും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട പാരൻസിനെയും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. കാരണം നിങ്ങൾ ഇവിടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കുട്ടിയെ ഒരു ക്ലാസ്സിൽ ചേർക്കുമ്പോൾ മുതൽ, അല്ലെ, LKG അല്ലെങ്കിൽ UKG ക്ലാസ്സിൽ ചേർക്കുമ്പോൾ മുതൽ നമ്മൾ അവന് കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റ് എന്താണ്? നന്നായി പഠിക്കണം അല്ലെങ്കിൽ പരീക്ഷയിൽ തോൽക്കും എന്നുള്ളൊരു സ്ക്രിപ്റ്റാണ് നമ്മൾ അവന് കൊടുക്കുന്നത്. ഇത് വളർന്ന് കുട്ടി ഓരോ ക്ലാസ്സിൽ എത്തും തോറും ഇത് തന്നെയാണ് അവൻ റിപ്പീറ്റ് ചെയ്ത് പരീക്ഷ. മൊത്തത്തിൽ നേരത്തെ സാബു സാർ പങ്കുവെച്ച പോലെ ഒരു ഭയം അവനിൽ ഉളവാക്കുന്നു. പരീക്ഷ എന്ന് പറയുമ്പോൾ ഒരു ഭയം ഉളവാക്കുന്നു. അപ്പൊ അതാണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഭയം വരുന്നത് എന്നുള്ളൊരു പ്രശ്നമാണ് വരുന്നത്. അപ്പൊ പരീക്ഷ ആ രീതിയിലാണ് കാണുന്നത്. പക്ഷെ പരീക്ഷ നിങ്ങളൊന്ന് പോസിറ്റീവായിട്ട് കണ്ടു നോക്കൂ. പരീക്ഷ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച നേട്ടങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കരിയറുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നത്, ഇഷ്ടമുള്ള പഠന വിഷയങ്ങളിൽ നമ്മൾക്ക് മുന്നേറുവാൻ സഹായിക്കുന്നത്, ഇഷ്ടപ്പെട്ട ജോലികൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. നിങ്ങളൊരു സിവിൽ സർവന്റ്, അതുപോലെ തന്നെ ഒരു ജില്ലാ കളക്ടർ ആവണം, അല്ലെങ്കിൽ ഒരു IPS പോലീസ് ഓഫീസർ ആവണം, അല്ലെങ്കിൽ ഒരു ഡാറ്റ അനലിസ്റ്റ് സയന്റിസ്റ്റ് ആവണം. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് നേടിയെടുക്കാൻ സാധിക്കുക? ഈ പരീക്ഷ ഉള്ളത് കൊണ്ടല്ലേ. അപ്പൊ ആദ്യം താങ്ക് യു. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അതിനെ പരീക്ഷ എന്നുള്ള കാര്യത്തിനെ നമ്മൾ കുറച്ച് പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഈ ചിത്രത്തിൽ കാണുന്ന ആരാണെന്ന് ഒന്ന് പങ്കുവെക്കാമോ? ആരെങ്കിലും അറിയാമോ അദ്ദേഹത്തെ? ഈ ചിത്രത്തിൽ കാണുന്ന ആളെ ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഞാൻ ഓഡിബിൾ അല്ലേ സാർ? സാബു സാർ? അതെ സാർ, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ.
കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യാം. അതെ. ആർക്കെങ്കിലും ന്യൂട്ടൺ, ഐസക് ന്യൂട്ടൺ എന്നാണ് ഒരു റഷീദ് സാർ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞോളൂ. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ ഓർമ്മയിൽ എവിടെയെങ്കിലും ഇദ്ദേഹത്തിന്റെ മുഖം എവിടെയെങ്കിലും പതിഞ്ഞു കിടപ്പുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ആരും ഇല്ല എന്ന് വിശ്വസിക്കുന്നു അല്ലേ സാബു സാർ? ഇല്ല സാർ. സാബു സാർ കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തെ? ഭാഭയാണോ? ഹോമി അല്ല, ഹോമി ബാബയല്ല. ഇദ്ദേഹത്തിന്റെ പേരാണ് ഹെൻറി ഫിഷർ എന്ന് പറയും. ഹെൻറി ഫിഷർ. യെസ്, ഒരാൾ യെസ്, ബിന്ദുമേം എഴുതി വെച്ചിട്ടുണ്ട് പ്രൊഫസർ ഹെൻറി എന്ന് വെച്ചിട്ട്. യെസ്, ഹെൻറി ഫിഷർ ഒരു അമേരിക്കൻ ജർമ്മൻ പ്രൊഫസറാണ്. ഇദ്ദേഹമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഭയക്കുന്ന ഈ പരീക്ഷ എന്നുള്ള ഒരു സംഭവത്തെ കണ്ടുപിടിച്ച ആൾ ഇദ്ദേഹമാണ്. AD 615 ചൈനയിലാണ് ആദ്യത്തെ എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്തതെന്നുള്ള ഒരു വിവരമൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ കുട്ടികളുടെ കയ്യിൽ കിട്ടിയപ്പോ കുട്ടികൾ എന്താ പറയാ, ഇദ്ദേഹത്തെ ഞങ്ങളുടെ കയ്യിലൊന്ന് കിട്ടേണ്ടതായിരുന്നു എന്നാണ് പറയാ. അപ്പൊ ഹെൻറി ഫിഷർ എന്നുള്ളതാണ് അദ്ദേഹം. ജർമ്മനിലാണ് ജനിച്ചത്, പിന്നീട് അമേരിക്കയിൽ പൗരത്വമൊക്കെ എടുത്ത് അവിടെ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. എന്താണ് എക്സാം? എന്തുകൊണ്ടാണ് കുട്ടികൾ എക്സാമിനെ ഭയക്കുന്നത്? അപ്പൊ എക്സാമിന് സാബു സാർ നേരത്തെ പറഞ്ഞു, സ്നേഹിക്കുക എന്ന് പറഞ്ഞു, ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു അല്ലെ. നമുക്ക് ഏറ്റവും നമ്മൾ ആഗ്രഹിച്ച ഒരു കരിയർ എല്ലാം നമുക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമിനെ നമ്മൾ എന്താ പറയാ, സ്നേഹിച്ചേ പറ്റൂ. എല്ലാവരും ഒന്ന് പറയാമോ, ഐ ലവ് എക്സാം? ഈ ഫ്ലോറിൽ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ഉറക്കെ പറയാമോ, ഐ ലവ് എക്സാം? യെസ്, താങ്ക് യു, താങ്ക് യു. ഐ ലവ് എക്സാം. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എല്ലാവരും ഒന്ന് പറയും, മനസ്സുകൊണ്ടൊന്ന് പറയും. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടും. നമ്മളും ഇനി ഒരുപാട് എക്സാമുകളൊക്കെ എഴുതണം അല്ലെ. അപ്പൊ എല്ലാവരും ഒന്ന് പറയൂ. ഫ്ലോറിൽ എത്ര പേരുണ്ട്? 20ഓ 25ഓ പേരുണ്ട് എന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും ഒന്ന് പറയൂ. യെസ്, താങ്ക് യു. ഐ ലവ് എക്സാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. വെരി ഗ്രേറ്റ്, ഗ്രേറ്റ്, ഗ്രേറ്റ്. ഓക്കെ, ഈ ഒരു വാക്ക് നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളോടും അത് തന്നെയാണ് പറയേണ്ടത്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പദവിയിലേക്ക് എത്താനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ എക്സാമിനെ നമ്മൾ സ്നേഹിക്കണം. അപ്പൊ നേരത്തെ സാബു സാറോട് പറഞ്ഞു, അപ്പൊ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങളുടെ ഒരു വീക്ഷണത്തിൽ ഈ പഠനത്തെ പുറകോട്ട് നയിക്കുവാനായിട്ടുള്ള കുട്ടികളുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പങ്കുവയ്ക്കാമോ? ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? എന്തൊക്കെയാണ് കുട്ടികളുടെ പ്രധാനപ്പെട്ട തടസ്സങ്ങൾ? അവർ പരീക്ഷയിൽ തോൽക്കുന്നതോ അല്ലെങ്കിൽ പഠനത്തിൽ പുറകോട്ട് പോകുന്നതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? പല കാരണങ്ങൾ കൊണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാരണങ്ങൾ. അദ്ദേഹം പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറകോട്ട് വന്നു കഴിഞ്ഞാൽ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന അതികഠിനമായ ശിക്ഷയാണ് അവരുടെ പ്രധാന പ്രശ്നം. ഓക്കെ, ഓക്കെ. യെസ്, സുലൈമാൻ സാർ പറഞ്ഞത് 100% ശരിയാണ്. മാതാപിതാക്കളിൽ നിന്നുള്ള ആ ഒരു ഭയം അവർക്കുണ്ട്. യെസ്, എക്സാക്ട്ലി കറക്റ്റ്. നോട്ട് ഇൻട്രസ്റ്റഡ് ടു സ്റ്റഡി അല്ലെ, പഠനത്തിൽ തന്നെ താല്പര്യമില്ല. വളരെ കറക്റ്റ് ആണ്, ശരിയാണ്. മറ്റുള്ള കുട്ടികളെ കമ്പയർ ചെയ്ത് പറയുകയും ചെയ്യും. അപ്പൊ അതും പേടിയാണ്. എക്സാക്ട്ലി, എക്സാക്ട്ലി. പിയർ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു പ്രഷർ വരും. അപ്പൊ പിയർ ഗ്രൂപ്പിൽ നിന്ന് അച്ഛനും അമ്മയും അല്ലെങ്കിൽ മറ്റവരൊക്കെ പറയും, അല്ലെങ്കിൽ സിബ്ലിങ്സ് ഒക്കെ നന്നായി പഠിക്കുന്നുണ്ട്, നീ നന്നായിട്ട് പഠിക്കുന്നില്ല. അതായത് ഇവരുടെ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ഇവരുടെ മാർക്ക് അറിയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നം. ഓക്കെ, കറക്റ്റ്. പിന്നെ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. യെസ്, എക്സാക്ട്ലി. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. യെസ്, ലേസിനെസ്. തീർച്ചയായിട്ടും ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാടുള്ളതാണ് ലേസിനെസ്. യെസ്, എക്സാക്ട്ലി. പ്രതീക്ഷിക്കുന്നു എന്ന് പേരൻസും ടീച്ചേഴ്സും പറയണത്. ഓ, ഓവർ എക്സ്പെക്ടേഷൻ, കുട്ടികളുടെ മേലുള്ള എക്സ്പെക്ടേഷൻ. യെസ്, എക്സാക്ട്ലി കറക്റ്റ്. തീർച്ചയായിട്ടും. ഡിസ്ട്രാക്ഷൻസ്, ഓഫ് കോഴ്സ്, 100%. മൊബൈൽ യുഗത്തിന്റെ കാര്യം, സോഷ്യൽ മീഡിയ, അതിന്റെയൊക്കെ കാര്യത്തിൽ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഫാമിലി പ്രോബ്ലം. യെസ്, തീർച്ചയായിട്ടും. സാറന്മാരെ പേടി. ചില സാറന്മാരെ പേടി. യെസ്, യെസ്, അധ്യാപകരെ കുറിച്ചിട്ടുള്ള ഭയം അതുണ്ട് തീർച്ചയായിട്ടും. ഫിയർ ഓഫ് ഫെയിലിയർ. യെസ്, ഫിയർ ഓഫ് ആസ്കിംഗ് ഡൗട്ട്സ്. ഇഷ്ടക്കുറവ്. തീർച്ചയായിട്ടും ഉണ്ട്. വിഷയങ്ങളോടുള്ള താല്പര്യക്കുറവുണ്ട്. യെസ്, യെസ്. അപ്പൊ നിങ്ങൾ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്, എല്ലാം കറക്റ്റ് ആണ്. ഇതിലെല്ലാം പറഞ്ഞു നോക്കൂ. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്.
അതായത് പഠനത്തിന് തന്നെയുള്ള താല്പര്യക്കുറവ്. ഫീലിംഗ് സ്ലീപ്പി വൈൽ സ്റ്റഡി, അല്ലെ? ചിലർ പുസ്തകം തുറക്കുമ്പോൾ തന്നെ അവർക്ക് ഉറക്കം വരും, ഉറങ്ങണമെന്ന് തോന്നും. സാധാരണ കുട്ടികളൊക്കെ പറയാറുള്ളതാ, പുസ്തകങ്ങൾ, കണക്ക് പുസ്തകമൊക്കെ പ്രത്യേകിച്ച് നമ്മൾ തുറക്കുമ്പോഴേക്കും അവർക്ക് എന്ത് പറ്റും, അവർക്ക് ഉറക്കം വരും, അല്ലെ? നോ ക്ലാരിറ്റി അബൌട്ട് ഫ്യൂച്ചർ. അവർക്കൊരു വ്യക്തമായിട്ടുള്ള ലക്ഷ്യമില്ല, ഒരു ഗോളില്ല. ഞാൻ ആരായി തീരണം എന്നുള്ളൊരു ലക്ഷ്യബോധം അവരുടെ ഉള്ളിലില്ലാത്തിടത്തോളം കാലം അവർക്ക് എന്ത് ചെയ്യാം, അവിടെ ഇവിടെ ഇങ്ങനെ കിടന്ന് നടക്കണം, കുറച്ച് ഭക്ഷണം കഴിക്കണം, കുറച്ച് അടിപൊളിയായിട്ട് നടക്കണം, കുറച്ച് ഉറങ്ങണം. ഇതൊക്കെയായിരിക്കും അവരുടെ ലക്ഷ്യങ്ങൾ. നോ ക്ലാരിറ്റി അബൌട്ട് ഫ്യൂച്ചർ, അല്ലെ? ഞാൻ ആരായി തീരണം എന്നൊന്നും വ്യക്തമായ ഒരു ലക്ഷ്യമില്ലാത്തത് കൊണ്ട്. പുവർ സബ്ജക്ട് ബേസ്ഡ്, അല്ലെ? സബ്ജക്ട് ബേസ് ഒട്ടുമില്ലാത്ത കുട്ടികൾ. ഹേറ്റ് ടീച്ചേഴ്സ്. അധ്യാപകരെ, ചില കുട്ടികൾക്ക് ചില അധ്യാപകരെ വളരെ ഇഷ്ടമല്ലാത്ത അധ്യാപകരുണ്ടായിരിക്കും. ഈവൻ ദോ അവരെടുക്കുന്ന സബ്ജക്റ്റ് ഇഷ്ടമായിരിക്കും. ഇപ്പൊ ഇംഗ്ലീഷ് സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് എടുക്കുന്ന അധ്യാപകനെ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾ പഠനത്തിൽ പുറകോട്ട് പോകും. ഹേറ്റ് പർട്ടിക്കുലർ സബ്ജക്ട്, അല്ലെ? മാത്തമാറ്റിക്സ് ഒക്കെ കണ്ടാൽ എനിക്ക് എന്റെ ചെറുപ്പകാലത്ത് തലവേദന വരും. ആൽജിബ്ര, ടിഗ്നോമെട്രി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തലവേദന എടുത്തിരുന്നു. ഇൻകോമ്പിറ്റന്റ് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ, അല്ല, അതെ അതെ, ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള ടീച്ചർമാര്, ഇതൊക്കെ അവരുടെ പ്രശ്നങ്ങളാണ്. പിന്നെന്താ വരുന്നത്? ഡിസ്ട്രാക്റ്റിംഗ് ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ പിയർ ഗ്രൂപ്പിൽ തന്നെ ഫ്രണ്ട്സുകൾ ഉണ്ടായിരിക്കും. അവർ പഠിക്കാനായിട്ട് പോകുമ്പോൾ അവരെ പുറകോട്ട് വലിക്കുന്ന വേറെ ഏതെങ്കിലും വഴിക്ക് അവരെ തിരിച്ചു വിടുന്ന ഫ്രണ്ട്സുകളുടെ പ്രശ്നങ്ങളുണ്ടാവും. അൺറെസ്ട്രിക്റ്റഡ് യൂസേജ് ഓഫ് സോഷ്യൽ മീഡിയ, നേരത്തെ അവിടെ പങ്കുവെച്ചാണ്, ഇല്ല? ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒരു നിമിഷം പോലും മൊബൈൽ ഫോണിൽ നിന്ന് അകലം പാലിച്ച് നിൽക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ. കാൺ സ്റ്റഡി ആഫർ ബ്രേക്സ്. നമ്മൾ പഠനം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചാൽ പിന്നെ വീണ്ടും ആ മൊബൈൽ ഫോണിലേക്ക് പോയാൽ അവർക്ക് തിരിച്ചു വരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ആ ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും പഠനത്തിൽ തുടരുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. നോ ഐഡിയ അബൌട്ട് ലേണിംഗ് സ്കിൽസ്. എന്തൊക്കെയാണ് ലേണിംഗ് സ്കിൽസ് എന്നുള്ളതും അവർക്ക് മനസ്സിലാവുന്നില്ല. ഫോർഗെറ്റ് ലെസൺസ്. പഠിച്ച പാഠം അവർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ കഴിയുന്നില്ല. പ്രോക്രാസ്റ്റിനേഷൻ എല്ലാവർക്കും ഉള്ളതാണ്. ഇന്ന് പഠിക്കാം, നാളെ പഠിക്കാം എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി വെച്ച് അവസാനം പരീക്ഷയുടെ തലേദിവസം എല്ലാതും കൂടി അവർ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒന്നും മനസ്സിൽ നിൽക്കാതെ വരുന്നു. നേരത്തെ പറഞ്ഞ മാതിരി ലവ് അഫെയർസ്, ഇതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പുസ്തകം തുറന്നാൽ അവിടെ കാണുന്നത് അൾജീബ്ര അല്ലെങ്കിൽ ട്രിഗ്നോമെട്രി ഒന്നുമല്ല, അവരുടെ ക്രഷിന്റെ മുഖമൊക്കെയാണ് പുസ്തകത്തിലൂടെ അവർ കാണുന്നത്. അപ്പൊ ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇത് കൂടാതെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിങ്ങളുടെ ഇതിൽ? ഞാനൊരു ഇതെല്ലാം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും റീസൺസുകൾ ഉണ്ടോ? ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് സർ. യെസ്, എക്സാക്ട്ലി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, ഞാൻ വിട്ടുപോയി. ഓക്കെ, താങ്ക് യു. പേരൻസിൽ നിന്നുള്ള അപ്രീസിയേഷന്റെ കുറവുണ്ട്. ഉണ്ട് 100-ൽ ഉണ്ട്. 80 മാർക്ക് കിട്ടിയാലും ബാക്കി 20 എവിടെ, 98 യെസ് കിട്ടിയാൽ യെസ് ബാക്കി 2 യെസ് എവിടെ? യെസ്, കമ്പാരിസൺ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് അതെ രണ്ടും അതെ ചേർന്നിട്ടാണ്. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സാറ് പറഞ്ഞ പോയിന്റ് ഒക്കെ വളരെ കറക്റ്റ്. 50-ൽ 48 മാർക്ക് കിട്ടിയ കുട്ടിയെയും വഴക്ക് പറയുന്ന ഒരു പാരന്റ് ആണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്. എന്തുകൊണ്ട് 2 മാർക്ക് നിനക്ക് നഷ്ടപ്പെട്ടു? നിന്റെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടിക്ക് 2 മാർക്ക് കിട്ടിയില്ലോ. 48 മാർക്ക് നേടാനായിട്ട് അവൻ എത്രമാത്രം പരിശ്രമിച്ചിട്ടുണ്ട്, എത്രമാത്രം കഷ്ടപ്പാടൊക്കെ സഹിച്ചിട്ടാണ് 48 മാർക്ക് കിട്ടിയത്. ഇങ്ങനെ 48 മാർക്ക് നേടി വരുന്ന ഒരു കുട്ടിയെ എങ്ങനെയാണ് ഈ പിതാവ് അല്ലെങ്കിൽ മാതാപിതാക്കൾ ഹാൻഡിൽ ചെയ്യുന്നത്? അവന് വഴക്ക് പറഞ്ഞാൽ അടുത്ത എക്സാമിന് എന്തായിരിക്കും? അവന് വീണ്ടും ടെൻഷനാണ് വരുന്നത്, സ്ട്രെസ്സാണ് വരുന്നത്, അല്ലെ? തീർച്ചയായിട്ടും അവൻ എന്ത് വരുന്നു? സ്ട്രെസ്സാണ് വരുന്നത്. എന്താണ് അടുത്ത എക്സാമിൽ? അയ്യോ, എനിക്ക് 50 കിട്ടിയില്ലെങ്കിൽ എന്റെ മാതാപിതാക്കൾ എന്നെ വഴക്ക് പറയുമല്ലോ എന്നുള്ളൊരു സ്ട്രെസ് അവനിൽ ഫോം ചെയ്തു. സ്ട്രെസ് നമുക്ക് കൂടിയാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ആക്ഷൻ എടുക്കാൻ പറ്റും. അങ്ങനെയുണ്ട് ഒരു കാര്യം. സ്ട്രെസ് നമുക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ആക്ഷൻ എടുക്കാനായിട്ട് കുറവും. അപ്പൊ ഈ 48 മാർക്കാണ് എനിക്ക് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ കുട്ടിയെ അടുത്ത പരീക്ഷയ്ക്ക് ഈ കുട്ടി തീർച്ചയായിട്ടും അവന് 40 മാർക്ക് ലഭിക്കും, ഉറപ്പായിട്ടും. കാരണം അത്രമാത്രം സ്ട്രെസ്ഡ് ആയിരിക്കാം. സ്ട്രെസ് വരുമ്പോൾ നമ്മൾ പഠിച്ചതൊന്നും നമുക്ക് ഓർമ്മയിൽ വരുന്നില്ല. അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ സാധാരണയായിട്ട് ഉണ്ടാവും. അപ്പൊ എന്താ വേണ്ടത് അവിടെ? ഇത്തരം കാര്യം വരുമ്പോൾ അവനെ മറ്റൊരു തരത്തിലൊരു അപ്രോച്ചാണ് നമ്മൾ ചെയ്തു തരേണ്ടത്. നിങ്ങളുടെ കുട്ടി ഒരു പരീക്ഷയിൽ തോറ്റു എന്നിരിക്കട്ടെ. നിങ്ങളുടെ കുട്ടി ഒരു പരീക്ഷയിൽ ഒരു മാത്തമാറ്റിക്സിൽ അവൻ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവനടുത്ത് വിളിച്ചിരുത്തണം. എന്നിട്ട് അവന്റെ മറ്റു പേപ്പറുകളൊക്കെ നോക്കണം. അവന് മാത്തമാറ്റിക്സിൽ അവൻ തോറ്റു, അവൻ ഇംഗ്ലീഷിൽ എത്ര മാർക്ക് കിട്ടി,
അവൻ ഇംഗ്ലീഷിൽ 100-ൽ അല്ലെങ്കിൽ 50-ൽ 35 മാർക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല മാർക്കാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് അവന് കിട്ടിയ മാർക്കിനേക്കാൾ ഒരു 5 മാർക്ക് കൂടുതലാണ് ഈ പ്രാവശ്യം അവന് കിട്ടിയത് ഇംഗ്ലീഷ് പരീക്ഷയിൽ. ആദ്യം അവന്റെ തോളിൽ തട്ടി ഒന്ന് അഭിനന്ദിക്കുക. മോനെ, നീ നന്നായി ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പരീക്ഷയിൽ നിനക്ക് 30 മാർക്കായിരുന്നു. ഈ പ്രാവശ്യം നിനക്കത് 35 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അവനെ അഭിനന്ദിക്കുക. മറ്റു പേപ്പർ നോക്കുക. സയൻസ് പേപ്പറിൽ എങ്ങനെയാണ്? സയൻസ് പേപ്പറിലും അവന് മാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ മാർക്ക് കിട്ടിയിട്ടുണ്ട്. മലയാള പേപ്പറിൽ നോക്കുമ്പോൾ മലയാള പേപ്പറിൽ അവന് ഒരു 10 മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അവന് പുറത്തു തട്ടി അഭിനന്ദിക്കും. അതിനുശേഷം അവനോട് ചോദിക്കുക, മോനെ അല്ലെങ്കിൽ മകളെ, കണക്കിൽ മോൾക്ക് കുറച്ച് മാർക്ക് കുറവാണ് അല്ലെ? ശരി, സമ്മതിച്ചു. ഈ അച്ഛന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ അമ്മയുടെ ഭാഗത്ത് നിന്ന് എന്ത് സഹായമാണ് എൻ്റെ മകന് ഞാൻ ചെയ്തു തരേണ്ടത്? അച്ഛന്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹായമാണ് നിനക്ക് ഞാൻ ചെയ്തു തരേണ്ടത് കണക്കിൽ കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടാനായി? അപ്പൊ അവനിരുന്ന് ചിന്തിക്കും. യെസ്, അവന്റെ മനസ്സിൽ എനിക്ക് എന്തായാലും അടുത്ത പ്രാവശ്യം കുറച്ച് മാർക്ക് നേടിയേ തീരൂ എന്നുള്ളൊരു ചിന്ത അവനിൽ ഉളവാകും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കണക്കിൽ 20 മാർക്ക് കിട്ടിയ അവൻ അടുത്ത പ്രാവശ്യം എന്ത് തന്നെയായാലും അവന്റെ മാർക്ക് ഒരു 30 മാർക്കാവും എന്നുള്ള രീതിയിലാണ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അല്ലാതെ അവരെ വഴക്കടിച്ച് അല്ലെങ്കിൽ അവരെ വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ള സിബ്ലിങ്സ് ആയിട്ടോ അല്ലെങ്കിൽ നൈബേഴ്സ് കുട്ടികളുമായിട്ടോ കമ്പയർ ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പെർഫോമൻസ് വീണ്ടും താഴേക്ക് പോകുമ്പോൾ അവർ സ്ട്രെസ് ആവും. അവർ സ്ട്രെസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ പെർഫോമൻസ് അവർക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. മാർക്ക് താഴെ മാത്രമേ പോകും. അപ്പൊ നമ്മൾ ഈ ഒരു അപ്രോച്ചാണ് എടുക്കേണ്ടത്. നിനക്ക് മാർക്ക് കുറഞ്ഞു, യെസ്, ആക്സെപ്റ്റ് ചെയ്യുന്നു. നമുക്ക് എങ്ങനെ ഇത് തരണം ചെയ്യാൻ സാധിക്കും? അച്ഛനും അവനും അല്ലെങ്കിൽ പേരൻസ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു ചർച്ച ചെയ്യുക. അവന് ട്യൂഷൻ വിടുന്നുണ്ടെങ്കിൽ ട്യൂഷൻ വിടുക. അവൻ ആ രീതിയിൽ പോയാൽ തീർച്ചയായിട്ടും അടുത്ത ഒരു പരീക്ഷയ്ക്ക് അവനതിൽ മാർക്ക് കൂടുതൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. എന്താണ് എക്സാം? ഐ ലവ് എക്സാം നമ്മൾ എല്ലാവരും പറഞ്ഞു അല്ലേ? ആ ഹൈ സെൻസ് ഓഫ് പർപ്പസ് വേണം അല്ലെ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തായി തീരണം, ഞാൻ ആരായി തീരണം, പഠിച്ച് എനിക്ക് ഏത് ഘട്ടത്തിൽ എത്തണം, ഒരു സർക്കാർ ജോലി വേണോ, ഒരു സയന്റിസ്റ്റ് ആവണോ, ഒരു ലോയർ ആവണോ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണോ എന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം കുട്ടികളുടെ മനസ്സിലുണ്ടായിരിക്കുന്നു. 10ാം ക്ലാസ്സും അതുപോലെ തന്നെ +2. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് +1-ൽ ഏത് സ്ട്രീം, ഇഷ്ടമുള്ള സ്ട്രീം തിരഞ്ഞെടുക്കണമെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഞാൻ മാർക്ക് നേടേണ്ടതുണ്ട് അല്ലെ? ആ പർപ്പസ് എന്താണെന്ന്, വൈ, ലൈഫിന്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത് അതിന്റെ പ്ലാനിങ് എന്താണ് അല്ലെ? ഏതൊരു കാര്യത്തിന് നമുക്ക് എന്ത് വേണം? ഒരു പ്ലാനിങ് വേണം. പ്ലാനിങ് ഇല്ലാതെ ഒരു കാര്യം നമുക്ക് ചെയ്താലും അത് സക്സസിലേക്ക് എത്തില്ല. ഇഫ് യു ഫെയിൽ ടു പ്ലാൻ, യു പ്ലാൻ ടു ഫെയിൽ എന്ന് പറഞ്ഞത്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെടാൻ പ്ലാൻ ചെയ്യുകയാണ് എന്നാണ് പറയുക. അപ്പൊ എല്ലാ കാര്യത്തിനും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് വേണം. പ്ലാനിങ് എന്ന് പറയുന്ന കുട്ടികളുടെ കാര്യത്തിൽ അവരെങ്ങനെ പഠിക്കണം. ഇപ്പൊ തീർച്ചയായിട്ടും ഒരു നല്ല സമയമാണ് ഇപ്പൊ ജനുവരി മാസം എന്ന് പറയുന്നത്. സാധാരണയായിട്ട് കുട്ടികൾ ഒരു പരീക്ഷയുടെ 90 ഡേയ്സ് ബിഫോർ ആയിട്ട്, 90 ദിവസം മുമ്പായിട്ട് ഈ പരീക്ഷയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടാക്കണം, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം, ഒരു റിവിഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യണം. അതൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ഹൈ സെൻസ് ഓഫ് പർപ്പസ് ഉണ്ടായാൽ പോരാ, പ്ലാനിങ് ഉണ്ടായാൽ പോരാ. എന്തുണ്ടാവണം? എഫർട്ട് ഉണ്ടാവണം അല്ലെ? നമ്മൾ എഫർട്ട് ഇല്ലെങ്കിലോ ഇത് രണ്ടും ഉണ്ടായാലും കാര്യമില്ല. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ എഫർട്ട് കൊടുക്കണം. അതിന് നമ്മൾ കഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇഷ്ടപ്പെട്ട സബ്ജക്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോഴാണ് അതിന് നമ്മൾ കൂടുതൽ നമ്മൾ എക്സൽ ആവുന്നത്. അതുപോലെ തന്നെ എപ്പോഴും വേണം ഒരു ഒപ്റ്റിമിസം, എപ്പോഴും വേണം ഒരു ശുഭാപ്തി വിശ്വാസം. നെഗറ്റീവ് ചിന്തകൾ ഒരിക്കലും പാടില്ല. എനിക്കിതിൽ വിജയിക്കുവാൻ കഴിയും, എനിക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയും, ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കരിയർ എനിക്ക് പടുത്തുയർത്താൻ കഴിയും, എല്ലാ പരീക്ഷയ്ക്ക് മുൻപിലും എനിക്ക് ഈ പരീക്ഷയിൽ 100% നല്ല മാർക്കോടെ വിജയിക്കാൻ കഴിയും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം എല്ലാവർക്കും എല്ലാ സ്റ്റേജിലും വേണ്ടതാണ്. ഒരിക്കലും അതിൽ ഡൗൺ ആവാൻ പാടില്ല. ഒരിക്കലും ഒരു നെഗറ്റീവ് തിങ്കിങ് ഒരിക്കലും പാടില്ല. ദെൻ കമ്മിറ്റ്മെന്റ് വേണം നമുക്ക് അല്ലെ? എന്തിനാണ് ഞാൻ പഠിക്കുന്നത് അല്ലെ? എൻ്റെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ എൻ്റെ അധ്യാപകരെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ എൻ്റെ പിയർ ഗ്രൂപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യാനോ ഒന്നുമല്ല. ഞാൻ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് മാത്രം, എനിക്ക് സ്വന്തം വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചിന്ത കൂടി സെൽഫായിട്ട് ആ ഒരു കമ്മിറ്റ്മെന്റ് വേണം.
അല്ലെ? പഠനത്തിൽ കുറേ ടെക്നിക്കുകളൊക്കെ ഉണ്ട്. പല ഇപ്പൊ എന്താ പറയുക, ന്യൂമോണിക്സ് എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഇതിൽ അജയ് സാർ ഇല്ലേ? അജയ് സാർ ഫ്ലോറിലില്ലേ? യെസ് സാർ ഉണ്ടല്ലോ. യെസ്. ഉണ്ടല്ലേ? ഓക്കെ. ന്യൂമോണിക്സ് എന്ന് പറഞ്ഞാൽ അല്ല, അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയി. ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോ നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാനായിട്ടാണ് ഈ ന്യൂമോണിക്സിന്റെ ഇതിന്റെയൊക്കെ ഈ പഠനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമായിട്ട്. ഇതിപ്പോ ഓക്സിജൻ ഫാമിലി ആണെന്ന് തോന്നുന്നു. ഓക്സിജൻ, സൾഫർ, സെലേനിയം, ടെലേനിയം, പൊളോണിയം എന്ന് പറഞ്ഞത് അല്ലെ? ആരെങ്കിലും ഉണ്ടോ? സ്റ്റുഡൻസ് ഉണ്ടോ അവിടെ? ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ. ഓക്സിജൻ ഫാമിലി ആണോ അത്? കെമിസ്ട്രിയിലെ ഓക്സിജൻ ഫാമിലിയുടെ മൂലകങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇഫ് ഐ എം റോങ് പ്ലീസ് കറക്റ്റ് മീ. എനിക്ക് രസതന്ത്രത്തിലൊന്നും അത്ര പിടിപാടൊന്നുമില്ല. യെസ് സാർ. കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ അതിലത്തെ ഒരു സംഭവമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാനായിട്ട് കുട്ടികളോട് തന്നെ ഞാനൊരു ന്യൂമോണിക്സ് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ വളരെ രസകരമായിട്ടുള്ള ഒരു ന്യൂമോണിക്സ് ആണ് അവരുണ്ടാക്കിയത്. ഓക്സിജൻ, സൾഫർ, സെലേനിയം, ടെലേറിയം, പൊളോണിയം എന്ന് പറഞ്ഞ ഒരു സംഭവം. എന്ത് ടെക്നിക്ക് അവർ എന്ത് ന്യൂമോണിക്സ് അവർ ഉണ്ടാക്കിയെന്നാണ്. ന്യൂമോണിക്സ് എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ആദ്യത്തെ സംഭവം തൊട്ട് ആദ്യത്തെ അക്ഷരം നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാനായിട്ടില്ല. അവരുണ്ടാക്കിയത് ഒളിച്ചോടിപ്പോയ ഓക്സിജൻ എന്നുള്ളതിനെ അവർ ഉണ്ടാക്കി. ഒളിച്ചോടിപ്പോയ സൾഫർ എന്നുള്ളത് അവരുടെ ക്ലാസ്സിൽ സുരേഷ് എന്നുള്ളൊരു പയ്യനുണ്ട്. സുരേഷ്. സെലേനിയം എന്ന് പറയുന്നത് സെലീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ ക്ലാസ്സിൽ. അപ്പൊ അവര് വളരെ രസകരമായിട്ടുള്ള ഒരു ന്യൂമോണിക്സ് അവരുണ്ടാക്കിയത്. ഒളിച്ചോടിപ്പോയ സുരേഷും സെലീനയും തെണ്ടിപ്പോയി. ഇത് നിങ്ങളുടെ മൈൻഡില് ഒരു പിക്ചറായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സബ് ടൈറ്റിൽ ആൻഡ് ഹൈലൈറ്റ് ഇൻ മെയിൻ പോയിന്റ്. മെയിൻ പോയിന്റിന് നമ്മൾ അണ്ടർലൈൻ ചെയ്യുക അല്ലെങ്കിൽ സബ് ടൈറ്റിൽ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എല്ലാ അധ്യാപകരും പേപ്പർ വാല്യുവേഷന് വരുന്നത് ഒരു എബവ് 50 ആയിട്ടുള്ള ഒരു അധ്യാപകരായിരിക്കും. അല്ലെങ്കിൽ ആ റേഞ്ചിലുള്ള ഒരു 45-50 വയസ്സായിട്ടുള്ള അധ്യാപകരായിരിക്കും എന്തിനു വരുന്നത്? ഈ വാല്യുവേഷന് വരുന്നത്. അവർക്ക് കുറച്ച് പ്രഷർ ഉണ്ടാവും, കുറച്ച് ഷുഗർ ഉണ്ടാവും, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് ഒരു ദിവസം ഒരു ടാർഗറ്റ് കൊടുക്കുന്നത് 20 പേപ്പർ 25 പേപ്പർ ഇങ്ങനെ അവർക്ക് ടാർഗറ്റ് കൊടുക്കും. ഈ പേപ്പർ അവരിങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ അവർ ആദ്യത്തെ 1-2 പേപ്പറൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാം നോക്കും. പിന്നീട് അവരുടെ മനസ്സിൽ ഉത്തരങ്ങളൊക്കെ അവർ ബൈ ഹാർട്ട് ആയിട്ടുണ്ടായിരിക്കും. ഉത്തരങ്ങളൊക്കെ ഏതാക്കും. അപ്പൊ നിങ്ങൾ ഒരാളിങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ എസ് എഴുതുന്നു. 15 പേജാണ് എസ് എഴുതിയിട്ട് വലിച്ചു വാരി എഴുതിയിരിക്കുന്നത്. ഈ 15 പേപ്പർ ഈ അധ്യാപകരിന്ന് മുഴുവൻ വായിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. എവിടെയാണ് സബ് ടൈറ്റിൽ, എവിടെയാണ് മെയിൻ പോയിന്റ്, ആ മെയിൻ പോയിന്റ് എലാബറേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടെന്നൊന്നും അറിയില്ല. ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അവർക്ക് അപ്പൊ തന്നെ ഒരു ഡിസ്ട്രാക്ഷൻ ഫീൽ ചെയ്യും. അവരത് മുഴുവനായിട്ട് വായിച്ചു നോക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു എസ്സേക്ക് 10 പോയിന്റ്, അവർക്ക് മാർക്ക് അങ്ങനെയായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഒരു പോയിന്റ് എഴുതി ഇത്ര മാർക്ക് കൊടുക്കാനായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതുക. ഒരു എസ്സേ എഴുതുമ്പോൾ അതിന് സബ് ടൈറ്റിൽ കൊടുക്കുക. അതിന്റെ പോയിന്റുകൾ എഴുതുമ്പോൾ അത് മാർക്ക് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അവർ ഒരു എസ്സേക്ക് 10 പോയിന്റ് ഉണ്ടെങ്കിൽ ആ 10 പോയിന്റ് അവരുണ്ടോ നോക്കും. 10 പോയിന്റ് ഇട്ടാൽ കുട്ടിക്ക് മാർക്ക് കിട്ടും. അവരെല്ലാം വായിച്ചൊന്നും നോക്കില്ല. അവർ 1-2 പോയിന്റ് അവർ വായിച്ചു നോക്കും. അവരുടെ സൈക്കോളജി എങ്ങനെയാണ്? നിങ്ങളും അങ്ങനെ തന്നെയാണ്. കുറെ പേജ് ഒരു 20 പേപ്പർ ഒരു ദിവസം നോക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 5 പേപ്പർ നിങ്ങൾ അരിച്ചു കുറിക്കൊക്കെ നോക്കും. പിന്നീടൊക്കെ നിങ്ങൾ എന്താ ചോദിക്കും? പെട്ടെന്ന് കുറച്ച് ലിബറൽ ആയിട്ട് നിങ്ങൾ നോക്കും. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഈ പോയിന്റുകളൊക്കെ കിട്ടി അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും യെസ് കുട്ടി എല്ലാ പോയിന്റ് എഴുതിയിട്ട് അവന് ഫുള്ള് മാർക്ക് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെൻ യു ഡ്രോ എ ഡയഗ്രം ഡോണ്ട് ഫോർഗെറ്റ് ടു ഗിവ് ടൈറ്റിൽ. ഒരു ഡയഗ്രം നിങ്ങൾ ചെയ്യുമ്പോൾ അതിന് ടൈറ്റിൽ കൊടുക്കണം. നിങ്ങളൊരു ഹാർട്ടിന്റെ പടമാണ് വരയ്ക്കണമെങ്കിൽ ഹാർട്ടിന്റെ ടൈറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ് എഴുതണം. അല്ലാതെ എഴുതാതെ നിങ്ങൾ വരയ്ക്കരുത്. ഒരു ഐയുടെ പടമാണ് നിങ്ങൾ വരയ്ക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എന്ന് പറഞ്ഞ് എഴുതണം. ഒരു കിഡ്നിയുടെ പടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് എഴുതണം. കിഡ്നി എന്നവിടെ സ്പെസിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് വരയ്ക്കാനായിട്ട്. സ്റ്റാർട്ട് വിത്ത് വാട്ട് യു നോ. ഇങ്ങനെ എഴുതാം. നിങ്ങൾക്ക് എന്താണ് അറിയുന്നത് അത് വെച്ച് നിങ്ങൾ എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രോളജിക്കൽ ഓർഡറിൽ എഴുതിയാൽ നല്ലത്. അതല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ എഴുതുക. അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻ അതൊരു വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വിടരുത്. പല ക്വസ്റ്റ്യൻ നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ അധ്യാപകർ എന്ത് വിചാരിക്കാം, ഇവനൊരു സെലക്ഷൻ സ്റ്റഡിയാണ് അവൻ നടത്തിയിരിക്കുന്നത് വിചാരിക്കും അല്ലെ. അവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് സെലക്ട് ചെയ്ത കാര്യങ്ങൾ മാത്രം നടത്തിയിട്ടുള്ളൂ, പിന്നെ എല്ലാ കാര്യങ്ങളും അറിയില്ല എന്ന് അവർക്കൊരു മുൻവിധി ഒരു ജഡ്ജ്മെന്റ് അവർക്ക് വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാ ക്വസ്റ്റിനും അറിയുക. നിങ്ങൾ എല്ലാ ക്വസ്റ്റിനും അറിയാവുന്ന ഉത്തരം എഴുതി വെക്കുക. അറിഞ്ഞില്ലെങ്കിൽ പോലും അതിന്റെ അടുത്ത ആ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട അതിന്റെ അടുത്ത എന്തെങ്കിലും ഒരു കാര്യം എന്നുണ്ടെങ്കിൽ 1 ലൈനിലെ 2 ലൈനിലെ നിങ്ങൾ എഴുതി വെക്കുക.
ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷ എക്സാം ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഫിസിക്സ് ഭയങ്കര ടഫ് ആയിരുന്നു, അതിൽ 25ാമത്തെ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര ടഫ് ആയിരുന്നു, ഇല്ലാത്തതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു കമന്റ്സ് ഒക്കെ വരും. ഈ കമന്റ്സ് ഒക്കെ വരുമ്പോൾ പിന്നീട് അത് വിദ്യാഭ്യാസ വകുപ്പൊക്കെ നോക്കി തീരുമാനം എടുക്കും. അത് വേണ്ട, 25ാമത്തെ ചോദ്യം എഴുതി എല്ലാവർക്കും അതിന് മാർക്ക് കൊടുത്തേ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു തീരുമാനം വരും. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ഇതിന് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന് മാർക്ക് കിട്ടൂ. നിങ്ങൾ അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ചെക്ക് യുവർ ആൻസർ ആഫ്റ്റർ ഫിനിഷ് യുവർ റൈറ്റിംഗ്. നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പേപ്പർ ഒന്നുകൂടി നിങ്ങൾ എന്താ പറയുക, ലാസ്റ്റ് ഒരു 10 മിനിറ്റിൽ 5 മിനിറ്റിൽ വീണ്ടും അതൊന്ന് നോക്കണം. കാരണം നിങ്ങൾ ശരിയാണെന്ന് വിചാരിച്ച് എഴുതി വെച്ച പല അബദ്ധങ്ങളും അതിലുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസിന് നമ്പർ കറക്റ്റ് ആയിട്ടുണ്ടായിരിക്കില്ല, അല്ലെ? എല്ലാ ചോദ്യങ്ങളും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവില്ല. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന് നമ്മൾ ടിക്ക് ചെയ്ത് പോകണം. എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഓരോ ക്വസ്റ്റ്യൻ എഴുതിയാലും അത് ടിക്കിട്ട് പോകണം. ചിലതിന് നമ്പർ എഴുതിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ വായിച്ചു നോക്കുമ്പോഴോ അയ്യോ ഞാൻ അബദ്ധം, ഈ ക്വസ്റ്റ്യനുള്ള ആ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ വെട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുതി, പക്ഷെ ആ പഴയ നമ്പർ തന്നെയാണ് എഴുതിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടാമത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 5 മാർക്ക് കൂടുതൽ കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പലരും അതിന് മുതിരാറില്ല എന്നുള്ളതാണ്. വെറുതെ ഒന്ന് നോക്കുന്നു മാത്രമേ ഉള്ളൂ. സമയം ഉണ്ടെങ്കിൽ കഴിയുമെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ എഴുതിയ ഷീറ്റ് നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത അറിഞ്ഞോ അറിയാതെയോ കൊണ്ട് ചെയ്ത ചില അബദ്ധങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അവോയ്ഡ് ഡിസ്കഷൻ ആഫ്റ്റർ ഫിനിഷ് ദ എക്സാം. ആ എക്സാം കഴിഞ്ഞു, അതവിടെ നടന്നു. അതിനെപ്പറ്റി പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു, ഇതെഴുതിയോ, ഇതിനെന്താ നീ എഴുതിയേ? ഇതിന് ഞാൻ ഇങ്ങനെ എഴുതിയ. അയ്യോ ഇതല്ല അതിന്റെ ഉത്തരം ഇതാണ്, നീ എന്താ കാണിച്ചത്, നിന്റെ മാർക്ക് പോയില്ലേ? പിന്നെ അതോടുകൂടി വീണ്ടും സ്ട്രെസ്സായി. അതെന്താ അടുത്ത പരീക്ഷയെ ബാധിക്കും. അടുത്ത ദിവസം എന്താണ് എക്സാം ഉള്ളത്, അതിനെ ദോഷകരമായിട്ട് ബാധിക്കും. അയ്യോ എന്റെ 5 മാർക്ക് പോയല്ലോ, വീട്ടിലും വന്ന് ആകെ പ്രശ്നമാവും. പിന്നെ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. പഠിക്കുമ്പോൾ ഇത് തന്നെയാണ് വീണ്ടും മനസ്സിൽ ഓർമ്മയിൽ വീണ്ടും വരും. അപ്പൊ അതുകൊണ്ട് അവോയ്ഡ് ചെയ്യുക. ഫ്രണ്ട്സ് ആയിട്ടുള്ള ആ പോസ്റ്റ്മോർട്ടം നിർത്തുക. വീട്ടിലെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ വന്ന് ചോദിച്ചാലും ഈ ക്വസ്റ്റ്യൻ എഴുതിയ അമ്മ അതൊന്നും വേണ്ട, അതൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് പറയാം, ഞാൻ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്, ഇപ്പൊ ആ പോസ്റ്റ്മോർട്ടം വേണ്ടാന്ന് മാതാപിതാക്കളോടും പറയാം. മാതാപിതാക്കളും അത് ചെയ്യരുത്. ഓക്കെ അല്ലെ? യെസ്, ഇതൊക്കെ ഒരു അഫർമേഷൻ ആണ്. ഐ എം എ വിന്നർ. കുട്ടികളൊക്കെ പറയേണ്ടത് ഐ എം എ വിന്നർ, ഐ എം എൻ അച്ചീവർ, ഐ എം എ ഡിസിപ്ലിൻഡ്, ഐ എം ഓൾവേസ് കോൺഫിഡന്റ്, ഐ ലവ് സ്റ്റഡി, ഐ ട്രസ്റ്റ് മൈ മെമ്മറി, ഐ ലവ് എക്സാം, ഐ ലവ് മൈ ബുക്സ്, ഐ പ്രാക്ടീസ്, ഐ റിമെമ്പർ എവരിതിങ്. ഇതൊക്കെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഉരുവിട്ടുകൊണ്ടിരിക്കും. നെഗറ്റീവ് തോട്ട്സ് ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്ക് കഴിയും. ദൈവം എല്ലാ കഴിവും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞാനൊന്ന് പരിശ്രമിച്ചാൽ എല്ലാം എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും എന്നുള്ളൊരു എന്തായാലും ഇത്രയും നേരം 2 മണിക്കൂറായോ സർ? ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികളും അവരുടെ ആഗ്രഹത്തിനൊത്ത ഒരു വിജയം അവർക്ക് നേടുവാൻ സാധിക്കട്ടെ. പരീക്ഷയിൽ നല്ല മാർക്ക് നേടാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ പാരന്റ്സിനും തങ്ങളുടെ മക്കൾ ഏറ്റവും നല്ല രീതിയിൽ പരീക്ഷയിൽ പെർഫോം ചെയ്ത് നിങ്ങളൊക്കെ ആഗ്രഹിച്ച തരത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അനുസൃതമായി അവർക്ക് ഉയരാൻ കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും സംശയമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. Thank you so much, sir, for the valuable suggestions. As a parent of a 10th grader, it really did help me a lot. I'm a parent coach as well, so I am also in the process of giving, helping students and parents. But this was a wonderful session. I really appreciate it and really grateful for this. Thank you. Thank you, ma'am. Thank you. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you. സോ വളരെ സന്തോഷം. താങ്ക് യു ഷാബു സർ. ഇത്രയും നേരം വളരെ കൃത്യതയോടെ എങ്ങനെ എക്സാമിനേഷൻ എഴുതാം എന്നുള്ളതിനെ കുറിച്ച്, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ്, എന്ത് തയ്യാറെടുപ്പുകളാണ് ആവശ്യമെന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഷാബു സാറിലൂടെ നമ്മൾ കേട്ടു. തീർച്ചയായിട്ടും വളരെ വ്യക്തമായി ഏതൊക്കെ രീതിയിലാണ് എക്സാമിനേഷൻ്റെ അല്ലെങ്കിൽ എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ വളരെ കൃത്യമായിട്ട് സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. തീർച്ചയായിട്ടും വളരെ സന്തോഷം ഷാബു സാർ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറായി നിൽക്കുക. അതിനു മുമ്പ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന പോലെ
വ്യക്തമായ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും പരീക്ഷകളൊക്കെ നമുക്ക് വളരെ സന്തോഷകരമായ അനുഭവമായി മാറുന്നത്. അപ്പൊ അതിനുവേണ്ടി തീർച്ചയായിട്ടും നമ്മളുടെ കരിയറിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്, എന്ത് ഉദ്ദേശത്തിലാണെന്നുള്ള വ്യക്തമായ ആ ലക്ഷ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കില് അനീഷ് സാറ് നമ്മളോടൊന്ന് സംസാരിക്കും. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വരാം. അനീഷ് സാർ, കേൾക്കാം? യെസ് സാർ, യെസ് സാർ. ഓഡിബിൾ ആണോ സാർ? ഓഡിബിൾ ആണ്. യാ, ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു ഷാബു സാർ. താങ്ക് യു ഷാബു സാർ. വണ്ടർഫുൾ സെഷൻ ആയിരുന്നു സാറിന്റെ. ഓക്കെ, ഞാൻ സംസാരിക്കാൻ പോകുന്നത് 5 ഡയമെൻഷണൽ സൈക്കോമെട്രിക് കരിയർ അസസ്മെന്റ് ടെസ്റ്റ് ആണ്. എന്താണ് ഒരു സൈക്കോമെട്രിക് കരിയർ അസസ്മെന്റ് ടെസ്റ്റ്? നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കുട്ടികൾ ഒരു ലക്ഷ്യമില്ലാതെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ രക്ഷകർത്താക്കളുടെ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ സിബ്ലിങ്സിന്റെ ഇഷ്ടത്തെ, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെ അവർ എടുത്ത കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. പിന്നെ അയൽവക്കക്കാര്, അതുപോലെ തന്നെ സുഹൃത്തുക്കള്, ഇവരൊക്കെ എടുത്ത കോഴ്സുകളുടെ പിറകെയാണ് പോകുന്നത്. ഇതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു സംഭവങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കുട്ടികളും അവർ ഏതൊക്കെയോ കോഴ്സുകൾ എടുത്ത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നു. അതുപോലെ തന്നെ ഈ ലക്ഷ്യത്തിൽ എത്താതെ വരുമ്പോൾ അവർ ഡിപ്രഷനിലേക്ക് പോകുന്നു. അതിന് അവര് ലഹരി, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും അവരിലേക്ക് എത്തുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവര് ഇനി അച്ഛന്റെ അമ്മയുടെയോ അല്ല മറ്റുള്ളവർ നിർബന്ധത്തിന് വഴങ്ങിയിട്ടൊരു കോഴ്സ് എടുത്തു. ചിലപ്പോൾ നന്നായി പഠിച്ച് അവർ പാസ്സായിരിക്കട്ടെ, പാസ്സായി അതിനനുസരിച്ചൊരു കരിയർ അവർ തിരഞ്ഞെടുത്ത് പോകുന്നു. പക്ഷെ അവർക്ക് താല്പര്യമില്ലാത്തൊരു കരിയർ ആയതുകൊണ്ട് അവിടെ മടുപ്പോടെ അവർ ജോലി ചെയ്യേണ്ടി വരുന്ന പല സാഹചര്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മളുടെ കുട്ടി എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ കുട്ടിയുടെ ശേഷി എന്താണ്, അവന്റെ അഭിരുചി എന്താണ്, അല്ലെങ്കിൽ അവളുടെ അഭിരുചി എന്താണ്. അവൾക്ക് ഒരു ഡോക്ടർ ആവാൻ കഴിയുമോ? അച്ഛനും അമ്മയും ഡോക്ടർ ആയതുകൊണ്ട് മകൾ ഡോക്ടർ ആവണമെന്നില്ല, അല്ലെങ്കിൽ മകൻ ഡോക്ടർ ആവണമെന്നില്ല. അച്ഛനും അമ്മയും വക്കീലായതുകൊണ്ട്, നല്ല വാക്ചാതുര്യമുള്ള അച്ഛൻ അമ്മയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു, രണ്ടുപേരും നല്ല വക്കീലന്മാരാണ്. പക്ഷേ അവർക്കുണ്ടാവുന്ന കുഞ്ഞ് അതുപോലെ ബുദ്ധിസാമർഥ്യമുള്ള, അതുപോലെ നിയമ പരിജ്ഞാനം അത്രത്തോളം ആർജിക്കണമെന്നില്ല, അതുപോലെ തന്നെ വാക്ചാതുര്യം അത്രയും ഉണ്ടാവണമെന്നില്ല. അപ്പൊ പലയിടങ്ങളിലും ഇത്തരം തിരഞ്ഞെടുപ്പുകൾ പിഴച്ചു പോകുന്ന സാഹചര്യങ്ങളാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. ബിടെക് പാസ്സായിട്ട് ഈ 34 പേരാണ് കഴിഞ്ഞ SI ബാച്ചിൽ സെലക്ഷൻ കിട്ടിയത്. ബിടെക് പാസ്സായവരാണ്. അവരെന്തിനാണ് ബിടെക് പഠിച്ചത്? അവർ SI ആവാനായിരുന്നെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്ത് പഠിച്ചാൽ മതിയായിരുന്നു. അവിടെയാണ് നമ്മൾ കൃത്യമായ ലക്ഷ്യമില്ലാതെയുള്ള യാത്രയെപ്പറ്റി സംസാരിക്കുന്നത്. നമ്മളിന്ന് മനസ്സിലാക്കണം, നമ്മളുടെ വെസ്റ്റേൺ കൺട്രീസിലോട്ട് പോയി കഴിഞ്ഞാൽ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായ ഒരു കരിയർ എക്സ്പെർട്ടിന്റെ റെഫറൻസ് വേണം, അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ലെറ്റർ വേണം. ആ ലെറ്ററുമായിട്ട് ചെന്നാലേ എനിക്ക് ഇപ്പൊ അഡ്മിഷൻ. അല്ലാണ്ട് എത്ര രൂപ കൊടുത്തെന്ന് പറഞ്ഞാൽ പോലും ഒരു സ്ഥലത്ത് ചെന്നിട്ട്, ഒരു കോളേജ് ചെന്നിട്ട് എനിക്ക് ഇന്ന കോഴ്സിന് അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞാൽ നോ, യു കാൻ ഗെറ്റ്. അവർ പറയും നിങ്ങളുടെ കരിയർ എക്സ്പെർട്ടിന് മെന്ററുടെ ലെറ്റർ വാങ്ങിക്കൊണ്ട് വരാൻ പറയും. അതാണ് സാഹചര്യം. നമുക്ക് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഏത് കോളേജിൽ നമുക്ക് ഏത് കോഴ്സും പഠിക്കാവുന്ന ഒരു സാഹചര്യമാണ്. മെറിറ്റിൽ കിട്ടുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, അത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പൊ ഇത്തരം തെരഞ്ഞെടുപ്പുകൾ പാളിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പല രക്ഷകർത്താക്കളും നമ്മുടെ പല കുട്ടികളും കാണുന്നത്. അവിടെയാണ് നമുക്ക് നമ്മളുടെ കുട്ടികളുടെ ജന്മനായുള്ള ബുദ്ധിവൈഭവം മനസ്സിലാക്കാൻ, അവരുടെ കഴിവുകളെ തിരിച്ചറിയാൻ, മികച്ച പഠന രീതി അവലംബിക്കാൻ, അതുപോലെ തന്നെ അവർക്ക് അനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ, അങ്ങനെ ആ കോഴ്സുകൾ പഠിച്ച് പാസ്സായി അതിനുശേഷം അവരുടെ ആപ്റ്റായിട്ടുള്ള കരിയർ കണ്ടെത്താനും ഒക്കെ സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ് സൈക്കോമെട്രിക് കരിയർ അസസ്മെന്റ് ടെസ്റ്റ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 ഡയമെൻഷനിലാണ്. കുട്ടിയുടെ പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ കുട്ടിയുടെ ഇൻട്രസ്റ്റ്, കുട്ടിയുടെ കരിയർ മോട്ടിവേറ്റേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റാണിത്. ഈ ടെസ്റ്റിനെ കുറിച്ച്
കൂടുതലൊന്നും സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഈ വൈകിയ വേളയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. എങ്കിലും ഞാൻ പറയുന്നു, ഈ 5 ഡയമെൻഷണൽ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടി കൃത്യമായ ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് പൊയ്ക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക്, അല്ലെങ്കിൽ ഈ ഇതിൽ സ്റ്റുഡൻസ് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു കരിയർ കണ്ടെത്താൻ കഴിയും. അതിന് സഹായിക്കുന്ന ഒരു ടെസ്റ്റാണ്. നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മളുടെ കുട്ടിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു നല്ല പേരന്റിന്റെയും പിന്നെ എന്താ പറയുക സത്കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനാണെങ്കിൽ പിന്നെ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ചാറ്റ് ബോക്സിൽ നമ്പർ ഇടുന്നുണ്ട്. നിങ്ങൾ നമ്പർ കോൺടാക്ട് ചെയ്യൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു അനീഷ് സാർ. നമ്മൾ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. കരിയർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. കരിയർ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിത വിജയത്തിന് അതൊരു വലിയ കാരണമാകും. ഇല്ലെങ്കിൽ യാദൃശ്ചികമായി ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും നഷ്ടത്തിന്റെ ഒരു സാധ്യത വരാം. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രം. ഇനി അടുത്ത ആഴ്ച ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത സാറ്റർഡേയിൽ നമ്മൾ കരിയർ ഗൈഡൻസിന്റെ അല്ലെങ്കിൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ആസ് യൂഷ്വൽ ഈസി എക്സാം എന്ന് പറയുന്ന ഈ പങ്ക്തി തീർച്ചയായിട്ടും 2 months നമ്മളത് കണ്ടിന്യൂസ് പോകും. എല്ലാ ആഴ്ചയിലും ഒരു ക്ലാസ്സോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ക്ലാസ്സുകളോ നിങ്ങൾക്ക് കരിയർ ഗൈഡൻസ് പോലത്തെ പാർട്ടുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ ഒക്കെ ഉണ്ടാക്കി തീർക്കാൻ നമ്മുടെ എക്സ്പേർട്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഷാബു സാറ്, അനീഷ് സാറോ അല്ലെങ്കിൽ ഞാനോ ഒക്കെ ഇവിടെ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ട്രെയിനേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും എന്നറിയും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, സ്റ്റുഡൻസ് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാമോ? സ്റ്റുഡൻസ്, മോഹിത്ത്, സബീറ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ, സ്റ്റുഡൻസ് അല്ലെങ്കിൽ പാരന്റ്സ് ബേസ്ഡ് ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എന്ന് ചോദിക്കാമോ? ഓക്കെ, നിങ്ങളെല്ലാവരും നമ്മളുടെ ഈസി എക്സാം ഗ്രൂപ്പിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ഒരു ക്ലാസ് ഇവിടെ ഒന്ന് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് നമ്മൾ അടുത്ത ആഴ്ചയിലെ ക്ലാസ് ഒന്നും കൂടെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വേറെ ആർക്കും സംസാരിക്കാനില്ലെങ്കിൽ ഉലകനാൻ സാർ പ്ലീസ്. ഷാബു സാറ്, ഒരു കാര്യം കൂടെ എൻ്റെ അറിവിലുള്ളതാണ്. ഈ എക്സാം കഴിഞ്ഞു വരുന്ന കുട്ടികളെ കാത്തിരിക്കുന്ന മാതാപിതാക്കളോടാണ്. അതിനെക്കുറിച്ചാണ് എനിക്ക് ഒരു മിനിറ്റ്. വന്ന് കയറിയ ഉടനെ അവൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ചിട്ട് ചോദ്യങ്ങളുടെ ഒരു നീണ്ട നിര അങ്ങ് അടിച്ച് കലക്കുകയാണ്. ക്ഷീണിതനായി വരുന്ന ആ കുട്ടി വെറുപ്പോടുകൂടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പുസ്തകം വലിച്ചെറിഞ്ഞ് കഴിഞ്ഞു. അവൻ്റെ പരീക്ഷ നാളെ ഉണ്ട്. അവൻ അതോടെ തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാതിരിക്കണം മാതാപിതാക്കൾ എന്ന റിക്വസ്റ്റ് എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ശരിയാണെന്ന് ഷാബു സാർ അതിനെക്കുറിച്ച് എന്തെങ്കിലും? 100%. ഞാനതാ പറഞ്ഞത്, മാതാപിതാക്കളുടെ അടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യരുത്. കുട്ടികൾ തന്നെ പറയാ, ഇതെല്ലാം പരീക്ഷ കഴിഞ്ഞിട്ട്, അവസാനത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ മോടെ എന്ത് വേണമെങ്കിലും പറയാം, അതുവരെ എന്നെ ശല്യപ്പെടുത്തരുത്. തീർച്ചയായിട്ടും 100% ശരിയാണ്. സാറ് പറഞ്ഞതിനോട് യോജിക്കും. ഓക്കെ സാർ, താങ്ക് യു. റോയ് സാർ. സാർ അൺമ്യൂട്ടിംഗ്. സാറിന്റെ ക്ലാസ് കുട്ടികൾക്ക് മാത്രമല്ല പേരൻസിനും മറ്റുള്ളവർക്കും ഒരു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗൈഡ് ലൈൻസിനെ കുറിച്ച് ഒരു ഐഡിയ തന്നെയാണ്. പിന്നെ സാധാരണയായിട്ട് ഒരു കാര്യമാണ്, ഈ എക്സാമിനേഷൻ എന്തിനാ, ഇത് എല്ലാ വലിയ ക്ലാസ്സുകളിൽ ചെറിയ ക്ലാസ്സുകളിലുള്ള പിള്ളേർക്ക് ഈ എക്സാമിനേഷൻ എന്തിനാ ഇത് വെച്ചേക്കണേന്നുള്ളതിനെ കുറിച്ചുള്ള ചില ഇതുണ്ട്. എന്തിനാ വെറുതെ ആവശ്യമില്ലാണ് ഇങ്ങനെ കാര്യങ്ങൾ. അപ്പൊ അത് എക്സാം എന്താണ് എന്ന് ഒരു ബോധവൽക്കരണം അവർക്ക് ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയ സാഹചര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പറയാൻ കാരണം, എക്സാം എന്ന് കേൾക്കുമ്പോഴേ സ്ട്രേഞ്ച് പറഞ്ഞ് ഏതാണ്ടോ പിള്ളേരെ കുഴച്ചിലാക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സിസ്റ്റമാണെന്ന് ഒരു ധാരണ ഈ മുതിർന്ന ക്ലാസ്സുകളിൽ ഇല്ല, ചെറിയ ക്ലാസ്സുകളിലുണ്ട്. അപ്പൊ അത് ഒന്ന് മാറ്റി കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും. ഏതായാലും സാറിന്റെ ക്ലാസ് എനിക്ക് വളരെയധികം ഇത് കിട്ടി. അത് തന്നെയല്ല, കുറെ വിവരങ്ങൾ കൂടുതലായിട്ടും കിട്ടി. എനിവേ, താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, സ്റ്റുഡൻസോ പാരൻസോ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഷൈൻ സാർ, യെസ് പറയൂ. ഗോഡ്സി പറയും.
സാറേ സാറിന്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ആഫ്റ്റർ കോവിഡിന് ശേഷം എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് പരീക്ഷയോട് വലിയ പേടി ഇല്ല. അതായത് ഈ പറയുന്ന ലക്ഷ്യമുള്ള കുട്ടികൾക്ക് മാത്രമേ അതിനെ ഒരു നല്ല രീതി കാണുന്നുള്ളൂ. ബാക്കി കുട്ടികൾക്ക് പഠിക്കണമെന്നോ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റിലേക്ക് വരണമെന്നോ യാതൊരു എയിമും ഇല്ലാത്തൊരു ഫീൽ ആഫ്റ്റർ കോവിഡിന് ശേഷം ശരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞു 100% ശരിയാണ്. ഞാൻ പല സ്കൂളുകളിൽ പോകുമ്പോൾ അവിടുത്തെ ടീച്ചർമാർ പങ്കുവയ്ക്കുന്ന കാര്യം, കുട്ടികളോട് ഞാൻ പരീക്ഷ പേടിയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ടീച്ചർമാർ പറയാ അവർക്ക് പേടി, അവർക്ക് ഒരു പേടിയില്ല. അതാണ് ഞങ്ങളുടെ പേടിയെന്ന് ടീച്ചർമാർ പങ്കുവയ്ക്കുന്നത്. അവർക്ക് പേടിയില്ലാത്തതാണ് ഞങ്ങളുടെ പേടി എന്ന് പറയുന്നത്. 100% ശരിയാണ്. കുട്ടികൾക്ക് ഇപ്പൊ SSLC എഴുതുന്ന കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷനും ഇല്ല, ഭയവും ഇല്ല, പേടിയില്ല പരീക്ഷയെ പറ്റി. താങ്ക് യു ടീച്ചർ, താങ്ക് യു. അവിടെയാണ് കൃത്യമായിട്ട് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിന്റെ ആവശ്യമില്ല. പക്ഷെ ചെറിയ കുട്ടികൾക്ക് ആവശ്യമില്ല. യെസ്, മോഹിത് പറയും. സാറേ ഞാനൊരു കാര്യം സംസാരിച്ചോട്ടെ? ഒരു സെക്കൻഡ് ഷൈനെ, മോഹിത് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മോഹിത് കേൾക്കാവോ? മോഹിത് കേൾക്കുന്നുണ്ടാവും? ഇല്ല. ഓക്കെ, ഷൈൻ സാർ പറയും. സാർ ഞാന് ഇടയ്ക്ക് ഞാനൊരു എമർജൻസിയിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് ഇടയ്ക്ക് ചില കാര്യങ്ങൾ മിസ്സായിരുന്നു, എങ്കിലും മാക്സിമം ഞാൻ ശ്രദ്ധിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ എനിക്ക് ഫീഡ്ബാക്കിൽ പറയാനുള്ളത് നന്നായി കവർ ചെയ്തിരുന്നു. ഇപ്പൊ ഈ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു സജഷനായിട്ട് പറയാനുള്ളത് കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റം, ഈ എക്സാമിന്റെ ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ചുകൂടെ എന്താ പറയുക, ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഫ്ലെക്സിബിലിറ്റിയാണ് നമ്മുടെ SLC അല്ലെങ്കിൽ +2 ബാച്ചിലേക്ക് ഒരു വിജയ ശതമാനം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കിടയിൽ അതിന്റെ ബേസ് ചെയ്തൊരു സീരിയസ്നെസ് കുറഞ്ഞിട്ടുണ്ടോ, ആനുപാതികമായിട്ട് രക്ഷകർത്താക്കളിലേക്ക് സ്ട്രെസ് കൂടിയിട്ടുണ്ട് എന്നുള്ളൊരു ഭാഗം എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് എത്ര എക്സാക്ട് ആണ് അതിന്റെ വിലയിരുത്തലെന്ന് അറിയില്ല. പക്ഷെ ഈ നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റത്തിലെ ഈ ഒരു ഈ ഹൈ ഫ്ലെക്സിബിലിറ്റി കൂടി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം ഇപ്പൊ ഒരു ആവറേജ് കുട്ടിക്ക് പോലും ഒരു 4 അല്ലെങ്കിൽ 5-6 A+ വരുന്ന തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവരുടെ മുകളിലേക്ക് വരുന്ന സോഷ്യൽ പ്രഷർ കൂടെ ഉണ്ട്. അവൻ അത്യാവശ്യം എബോവ് ആവറേജ് കുട്ടിയല്ലേ, അപ്പൊ അതുകൊണ്ട് അവൻ ഇങ്ങനെ പെർഫോം ചെയ്യും എന്ന് കരുതിയിട്ട് അവന്റെ ഈ ഗോൾസിനെയൊക്കെ ഡീവിയേറ്റ് ചെയ്യിക്കേണ്ട, റീഡയറക്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സോഷ്യൽ പ്രഷറും ഇതിന്റെ ഭാഗമായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പേരൻസിന്റെ പ്രഷറും പിന്നെ ഈ സോഷ്യൽ പ്രഷറും എല്ലാം കൂടി ആകുമ്പോഴേക്ക് കുട്ടിയുടെ ഈ ഗോൾ സെറ്റിങ്ങിന് നമ്മൾ കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ 5 ഡയമെൻഷണൽ അസസ്മെന്റ് വളരെയധികം സഹായിച്ചേക്കുമെന്ന് എനിക്ക് ഒരു അഭിപ്രായമുണ്ട് സാർ. ഓക്കെ, താങ്ക് യു ഷൈൻ സാർ, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. സാർ പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. ഞാൻ ഒരു അധ്യാപകനായതുകൊണ്ട് പറയാണ്, ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് സാറ് പറഞ്ഞത്. SSLC 8+ഉം 10+ഉം നേടിയ കുട്ടികളുടെ നിലവാരം എന്ന് പറയുന്നത് വളരെ വളരെ താഴെയാണ്. അത് ഞാനിപ്പോ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്, അനുഭവസ്ഥനാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു വരുന്ന പാസ്സായ കുട്ടികള് ഒരു ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഫണ്ടമെന്റൽ പോലും അറിയാത്ത കുട്ടികളാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു വരുന്നത്. അവർക്കും കിട്ടിയിട്ടുണ്ട് സാറ് പറഞ്ഞ മാതിരി 6ഉം 7ഉം A+കൾ കിട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും വളരെ ലിബറൽ എന്ന് പറഞ്ഞാൽ വാരിക്കോരി മാർക്ക്. 5 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന് ഒരു പേപ്പറിൽ 5 മാർക്ക് അവന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ അതിന് പാസ്സാവും. ബാക്കിയൊക്കെ പലതരത്തിലും മാർക്ക് അവിടെ നിന്ന് വരുന്നു. 100% പൊങ്ങിക്കിടക്കുന്ന വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന എന്താ പറയുക, പൊങ്ങുതടികളാണ് ഇപ്പോഴത്തെ കുട്ടികൾ. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഒരു ആവറേജ്. നമ്മളിപ്പോ കേരളത്തിൽ പൊതുവായിട്ട് വിദ്യാഭ്യാസം 90% വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ നമ്മൾ മെയിനിൽ നിറച്ച് നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ എത്രത്തോളം കുട്ടികൾക്കാണ് അത് ശരിയായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഉണ്ട്? ഏകദേശം ഭൂരിപക്ഷം വരുന്ന കുട്ടികളും സാറ് ഞാനിപ്പോ അനുഭവിച്ചു കാര്യം അതാണ് ഞാൻ പറയുന്നത്. കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ചിലർക്ക് നമ്മൾ ഈ +1ഉം +2ഉം കഴിഞ്ഞ കുട്ടികൾക്ക് അവരോട് നമ്മൾ ഒരു നോട്ട്സ് എഴുതിയെടുക്കാൻ പറയുമ്പോൾ +1 +2 കഴിഞ്ഞ കുട്ടികളാണ് ഞാൻ പറയുന്നത്. ആ നോട്ട്സ് എഴുതിയെടുക്കാൻ കഴിയാത്ത കുട്ടികളുണ്ട്. ചിലർ പലരും പറയാണ് സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത കുട്ടികൾ എന്ന് പറയും. വാസ്തവത്തിൽ ശരിയാണ് സാർ, അതൊക്കെ പറഞ്ഞൊക്കെ ശരിയാണ്. 100% യോജിക്കുന്നു. അത്തരം വളരെ നിലവാര തകർച്ചയാണ് ഈ ഒരു ഫീൽഡിൽ ഉണ്ടാവുക. ഓക്കെ, ദെൻ റഷീദ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ബിന്ദു മാം മോഹിത്ത് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആർക്കായിരുന്നു? മോഹിത്ത്
മുഖത്തിൽ പോയല്ലോ. ഓക്കെ, അങ്ങനെയാ ആരും ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സ്നേഹലത മാം വരുന്നുണ്ട്. അതിനു മുമ്പ് ആരെങ്കിലും പറയുന്നു, പറഞ്ഞോളൂ. കൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുക്കുന്നില്ല. കൺസെപ്റ്റ് മനസ്സിലാക്കാതെയാണ് എല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നത്. ശരിയാണ് മാഡം, ശരിയാണ്. ആ. കൺസെപ്റ്റിലേക്ക് ആരുടെ കുഴപ്പമാണ് മാം? സിസ്റ്റത്തിന്റെ. ഓക്കെ, തീർച്ചയായും നമുക്ക് പരിശ്രമിക്കാം. ഓക്കെ, മോഹിത് കേൾക്കാവോ? അപ്പം മോഹിത് അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ആവുന്നില്ല. ഓക്കെ, ബിന്ദു മാം, സബീറ മാം, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇന്ദിരാദേവി മാം, ശുദ്ധോധന ഡോക്ടർ, യെസ്, ആർക്കെങ്കിലും? ഇല്ല. അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, സമയം ഒത്തിരിയായി. സോ അടുത്ത ആഴ്ച നമുക്ക് നിങ്ങൾ ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് ഇടുക, അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. മറ്റാരെങ്കിലും ഒക്കെ കൂടെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഷാബു സാർ, താങ്ക് യു വെരി മച്ച്. മോഹിതിന്റെ നമ്പർ ഒന്ന് ഇടാമോ? ഞാൻ വിളിക്കാന്നാ. മുന്നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല മോഹിതിന്റെ നമ്പർ ഒന്ന് അറിയാമോ ആർക്കെങ്കിലും? അജയ് സാറിന് അറിയാമോ? ഓക്കെ. സോ മോഹിതിനെ വിളിക്കാം കേട്ടോ, തിരിച്ചു വിളിക്കാം. ഓക്കെ. സോ ഓക്കെ, താങ്ക് യു ഷാബു സാർ വൺസ് അഗെയിൻ. വളരെ മനോഹരമായ, വളരെ ദീർഘമായ, വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ക്ലാസ് തന്നതിന് തുടർച്ചയായിട്ട് നമുക്ക് അടുത്ത ആഴ്ചയിലും എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൾ, അഭിപ്രായങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പരിഹാര മാർഗങ്ങളെല്ലാം ഒരിക്കൽ കൂടി നിർദ്ദേശിക്കാം. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു എവരിവൺ. താങ്ക് യു.